ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. വെക്കേഷനൊക്കെ ആയിട്ട് കുട്ടികളൊക്കെ അടിച്ച് പൊളിച്ച് നടക്കുകയായിരിക്കും. പിന്നെ കുട്ടികൾക്ക് കഴിക്കാനുള്ള വേറൊരു പലഹാരമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇന്ന് നമുക്ക് കൊക്കുവട ഉണ്ടാക്കാം. കൊക്കുവട ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് കടലമാവും അരിപ്പൊടിയും മൈദ എടുക്കുക. അതിനുശേഷം നമ്മൾ അതിന് ആവശ്യത്തിന് ഉള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടി, ഉപ്പ്, കായംപൊടി ഇതെല്ലാം ചേർത്ത് വീണ്ടും നല്ലപോലെ മിക്സാക്കി എടുക്കണം. എല്ലാ വശത്തേക്കും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം കുറേശ്ശെ വെള്ളം ചേർത്ത് അത് നന്നായി കുഴച്ചെടുക്കണം. പിന്നെ അതിലേക്ക് കുറച്ച് ഓയിൽ ചേർക്കണം. ഓയിൽ ഞാൻ ചേർത്തിരുന്നു. അത് ഒട്ടിപ്പിടിക്കാതിരിക്കാനും നല്ല സോഫ്റ്റായിട്ടിരിക്കാനൊക്കെ ഓയിൽ ചേർക്കുന്നത് നല്ലതാണ്. ഞാൻ കൂടുതലും തവിട് ഓയിലാണ് യൂസ് ചെയ്യാറ്. തവിട് ഓയിൽ നമുക്ക് നല്ലതാണ്. പിന്നെ അത് നല്ലപോലെ കുഴച്ചെടുക്കുക. കുറച്ച് നേരം വെച്ചാൽ അതൊന്നുകൂടെ സോഫ്റ്റായി കിട്ടും. അതിനുശേഷം ചെറിയ ബോൾസാക്കി വെച്ചാൽ നമുക്കത് പെട്ടെന്ന് എടുത്ത് ആവനാഴിയിൽ വെച്ച് പെട്ടെന്ന് തയ്യാറാക്കാനായിട്ട് ഈസി ആയിരിക്കും. അത് കഴിഞ്ഞ് നല്ല ചൂട് ഓയിലിലേക്ക് നമ്മളിത് ഇട്ട് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുകയെന്നുണ്ടെങ്കിൽ അതിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടാകും. പിന്നെ ഞാൻ തവിട് ഓയിൽ തന്നെയാണ് വറുത്തെടുക്കുന്നതും. RCMൻ്റെ തവിട് ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള കൊക്കുവട തയ്യാറാക്കാം.